ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യുടെ സെൽഫ് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ സെൽഫ് അടിച്ചാലും മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 1-2 പ്രാവശ്യം സെൽഫൊക്കെ അടിച്ചു നോക്കി, ഇത് വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ആ ഒരു സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ ആ ഒരു എൻജിൻ്റെ അകത്തോട്ട് അതിനെ പിടിക്കുന്നില്ല. നമ്മുടെ ക്ലച്ച് ഓഫ് അകത്തോട്ട് ആ സംഭവം പിടിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൺ വേ ക്ലച്ച് എന്ന് പറയുന്നൊരു മെക്കാനിസം ഉണ്ട്. അതായത് ഒരു സ്റ്റാർട്ടർ നമ്മൾ കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യും. ആ ഒരു മോട്ടർ ഇതിൻ്റെ ഒരു ക്ലച്ച് ബെൽ അസംബ്ലി ആയിട്ട് ഒരു ചെയിൻ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആ സംഭവം വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഒരു നമ്മുടെ സെൽഫ് വർക്ക് ചെയ്യാതെ വരുന്നത്. അപ്പോൾ ആ ഒരു വൺ വേ ക്ലച്ചിന് വരാനുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്ലീവ്സ് തേയ്മാനം ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബെയറിങ്സ് പോകാനും വേണ്ടി അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഈ വൺ വേ ക്ലച്ചിന് വരാൻ സാധ്യത. അപ്പോൾ ഫ്രണ്ട്സ്, അതുതന്നെയാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സെൽഫ് വർക്കാകാതെ വന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഒരു വൺ വേ ക്ലച്ചിന് നമ്മുടെ ഒരു മാർക്കറ്റിലെ വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4700 സംതിങ് വിലയുണ്ട് ഈ സാധനത്തിന്. അപ്പോൾ ഇത്ര ഒരു ചെറിയൊരു മെക്കാനിസം പോയതുകൊണ്ടാണ് ഈ സംഭവം വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ സംഭവം അഴിച്ച് മാറുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വൺ വേ ക്ലച്ച് മെക്കാനിസം എന്ന് പറയുന്ന സംഭവം. ഇത്ര ഉള്ള സംഭവം. ഇതാണ് ഈ 4700 രൂപയുടെ ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഈ ഒരു കേസിങ്ങിൻ്റെ അകത്താണ് വരുന്നത്. കണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതൊരു ചെയിൻ ഇട്ട് നമ്മുടെ ക്ലച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് ഫുള്ള് മനസ്സിലാവും ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന്. ഫ്രണ്ട്സ്, ഇതിങ്ങനെ ചെയിൻ ഇട്ട് കണക്ട് ചെയ്തിരിക്കും. ഈ ചെയിൻ ആയിരിക്കും നമുക്ക് ആ ഒരു ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചെയിനാണ് അതിൻ്റെ ഡ്രൈവ് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു വണ്ടിയെ സ്റ്റാർട്ടാക്കാനുള്ള ഡ്രൈവ് ഈ ചെയിനിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെൽഫ് മോട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. സെൽഫ് മോട്ടറിൻ്റെ പല്ലുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ സെൽഫ് ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു മോട്ടർ ഇങ്ങനെ കറങ്ങുകയാണ്, ഈ ഒരു പല്ല് ഇങ്ങനെ കറങ്ങും. അപ്പം നമ്മൾ ഇതിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു മോട്ടറും അതിനോടൊപ്പം കറങ്ങും. അപ്പം ആ ഒരു മോട്ടർ കറങ്ങുന്നതിൻ്റെ ഒരു ഫോഴ്സിലാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ചെയിൻ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു വൺ വേ സംഭവമാണ്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് ആയിപ്പോയിട്ട് ഇത് 2 സൈഡിലോട്ട് ഇങ്ങനെ തിരിയുന്നത്. ഇത് ഒരു സൈഡിലോട്ട് ശരിക്കും തിരിയത്തുള്ളൂ. അതായത് വൺ വേ ക്ലച്ച് എന്നതിനെ വിളിക്കാനുള്ള കാര്യം അതാണ്. ഇത് ഒരു സൈഡിലോട്ട് തിരിയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ബെയറിങ്, ഇതിൻ്റെ ഒരു സ്ലീവും കവറിങ്ങും ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒറ്റ ബെയറിങ്ങേ ഉള്ളൂ കാണാൻ. ഇതൊരു ലോക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു ബെയറിങ് കണ്ടോ. ഇത് റിട്ടേൺ ലോക്ക് ചെയ്യും. ഇത് റിട്ടേൺ ഒരിക്കലും വർക്ക് വരത്തില്ല. അതിനുകൊണ്ടാണ് ഇതിനെ വൺ വേ ക്ലച്ച് എന്ന് വിളിക്കുന്നത്. ഇതിന് വൺ വേയിലേ ഇത് കറങ്ങത്തുള്ളൂ. ഇത് റിട്ടേൺ ഒരിക്കലും കറങ്ങത്തില്ല. അപ്പം ഇതിൻ്റെ ആ ഒരു സ്ലീവും കാര്യങ്ങൾക്കൊക്കെ തേയ്മാനം വന്നു. അതോടൊപ്പം തന്നെ സ്ലീവിനൊക്കെ തേയ്മാനം വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ബെയറിങ്ങുകളെല്ലാം ക്രാക്കായി പൊട്ടിപ്പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ഈ വണ്ടി ആ ഒരു സെൽഫിൻ്റെ മെക്കാനിസം കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ആ 4700 രൂപ വരുന്ന സെൽഫിൻ്റെ മെക്കാനിസം, വൺ വേ മെക്കാനിസം. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെൽഫ് വർക്ക് ചെയ്യത്തില്ല. ചെറിയ കംപ്ലൈൻറ്റ് കൊണ്ടും സെൽഫ് വർക്ക് ചെയ്യാതെ വരും. അതായത് നമ്മുടെ ബ്രഷ് പോവുക, അതുപോലെ അതിൻ്റെ ഇലക്ട്രോണിക് കംപ്ലൈൻറ്റ്സ് പാർട്സിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും ഇത് വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയ വർക്ക് ഇതായിരുന്നു, ഈ ഒരു വൺ വേ ക്ലച്ച് മാറുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ഫുൾ വീഡിയോ കാണുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് വൺ വേ ക്ലച്ച് മാറാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ മാറാൻ പറ്റും. ഈ ഒരു 4700 രൂപയുടെ ഒരു സംഭവം മാറിയാൽ മാത്രമേ നമ്മുടെ സെൽഫ് ഇനി വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കാണുക, ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് മാറ്റുന്നതെന്നൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫ്രണ്ട്സ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് LS സൈഡിലെ ക്ലച്ച് വേസിന്റെ കവർ അഴിച്ചെടുക്കുന്നതിനാണ്. 8ന്റെ ഒരു ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് അഴിച്ചെടുക്കാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഞാൻ വലിയ രീതിയിൽ കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു കവറിങ് ഊരിയെടുക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ബൈക്സിന്റെ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കവറിങ് ഊരിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ക്ലച്ചിന്റെ കവറിങ്. നമ്മളത് ഫുള്ള് ഊരിയിരിക്കുകയാണ്, നമ്മൾ പുറത്തോട്ട് ഊരുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ക്ലച്ച്. അപ്പോൾ ഈ സംഭവമാണ് നമ്മുടെ ക്ലച്ചും ആ ഒരു വൺ വേ ക്ലച്ച് മെക്കാനിസം. ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു വൺ വേ ക്ലച്ച് മെക്കാനിസം. ഇതിനാണ് നമുക്ക് പണി കിട്ടിയിരിക്കുന്നത്. 4700 രൂപയുടെ സാധനമാണ്. ഈ സാധനമാണ് നമുക്ക് പണി കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സാധനം ഇല്ല നമ്മുടെ ക്ലച്ച് വർക്ക് ചെയ്യ, നമ്മുടെ ഒരു സെൽഫ് സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. സെൽഫ് അടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആ ഒരു ഇതിന്റെ വർക്കിംഗ്. ഇപ്പൊ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചെയിൻ കറങ്ങുന്നില്ല.
അപ്പോൾ ഇതിന് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ആ ചെയിൻ കറങ്ങാത്തത്. അപ്പോൾ ആ ഒരു ബെയറിംഗ് പിടിക്കാത്തതുകൊണ്ടാണ് ആ ഒരു ചെയിൻ കറങ്ങാതെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ബെയറിംഗ് സാധനമൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനത് കാണിക്കുന്നത് നമ്മളിത് എങ്ങനെ ഊരിയെടുക്കാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹോൾഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിന് ഊരാൻ പോകുന്നത്. ഇത് ഓരോ മാഗ്നറ്റോസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ക്ലച്ചൊക്കെ ഹോൾഡ് ചെയ്യാൻ ഈ ഒരു യൂണിവേഴ്സൽ ഹോൾഡറിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹോൾഡർ നമ്മുടെ ആ ഒരു വൺ വേ ക്ലച്ചിൽ യൂസ് ചെയ്തിട്ട് ആ ഒരു 17 നട്ടിന് നമ്മൾ ലൂസ് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് ഫ്രണ്ട്സ്. ഇതുപോലെ നമുക്കത് ലൂസ് ചെയ്തെടുക്കാം. ഒരു 17 സ്പാനർ ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്പെഷ്യൽ ടൂൾ നമുക്കതിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കതിനെ ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെയിനൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഊരുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ ടൂൾ ഇതിനെ യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ ഊരിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു 17 നമ്മൾ ആ ഒരു അകത്തോട്ട് കയറിയിരുന്ന ആ ഒരു ഇത് ഊരിയെടുത്തു കഴിഞ്ഞാൽ, ഒരു നട്ട് ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആ ഒരു വൺ വേ ക്ലച്ചിൻ്റെ ഇതുപോലെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പുറത്തായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു ക്ലച്ചിനെയും കൂടി നമ്മളൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെ ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ടെൻഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ഊരിയെടുക്കാൻ. അപ്പോൾ ക്ലച്ചിനെയും കൂടി ഊരിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ ഊരി പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ക്ലച്ചിനെയും കൂടി ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലച്ച് ഹോൾഡർ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ക്ലച്ചിനെ ലൂസ് ചെയ്യാൻ വേണ്ടി. 24 സംതിങ് ആണ് ക്ലച്ചിന്റെ നട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് അതിന്റെ കറക്റ്റ് ഞാൻ മറന്നുപോയി. അപ്പം ആ ഒരു 24ന്റെ ആണ് നട്ട് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു ടീ ഉപയോഗിച്ച് നമ്മുടെ ഒരു ക്ലച്ച് ഹോൾഡറും ഉപയോഗിച്ച് വേണം നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ. അപ്പോൾ കണ്ടോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതുപോലെ നമ്മൾ അതിനെ ലൂസ് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമ്മൾ ആ ക്ലച്ച് ഹോൾഡറിനെ വെച്ച് അത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ ഊരിയെടുക്കാൻ പറ്റും. ഇല്ലാത്ത പക്ഷേ അത് ഊരാൻ പാടായിരിക്കും. എന്നിട്ട് ആ നട്ട് നമ്മൾ ജസ്റ്റ് ഊരി മാറ്റിയിട്ട് നമ്മുടെ ക്ലച്ചിനെ മൊത്തമായിട്ട് ഊരി എടുക്കണ്ട ഫ്രണ്ട്സ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് തള്ളിയാൽ മതി നമ്മുടെ ക്ലച്ചിനെ. അപ്പോൾ നമുക്ക് ആ ഒരു വൺ വേ ക്ലച്ചിനെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഊരി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അതിന്റെ ഒരു സംഭവം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ക്ലച്ചിനെ ഒന്ന് പുറത്തേക്ക് വലിക്കുക. മൊത്തം ഊരി എടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ഒരു ക്ലച്ച് നമ്മുടെ വൺ വേ ക്ലച്ചിനെ ഊരി എടുക്കുക ഇതുപോലെ ഫ്രണ്ട്സ്. കണ്ടോ, അപ്പോൾ നമ്മുടെ ആ ഒരു ത്രെഡിലാണിത് കിടക്കുന്നത്, ആ ഒരു സ്ലോട്ടിലാണിത് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് ഊരി എടുക്കുക. കണ്ടോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം. 4700 സംതിങ് രൂപയുടെ ഒരു സംഭവമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കംപ്ലൈന്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട് ഫ്രണ്ട്സ്. ഇതൊരിക്കലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ല. കണ്ടോ, ബെയറിംഗ് ഫുള്ള് സീനായി കിടക്കുകയാണ്. ബെയറിംഗെല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പണി കിട്ടിയത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ബെയറിംഗ് മാത്രമായിട്ട് മാറ്റാം. അപ്പം 2000 രൂപ സംതിങ് ഉള്ളൂ. പക്ഷെ അത് അത്രയ്ക്ക് ഗുണപ്പെടത്തില്ല. കാരണം വെച്ചാൽ ഇതിന്റെ സ്ലീവ്സും ഉറപ്പായിട്ടും തേയ്മാനം വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സ്ലീവ്സിനൂടെ തേയ്മാനം വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ 4700 രൂപ നമ്മൾ മുടക്കി ഇതിനെ നമ്മൾ മാറ്റുക എന്നല്ലാതെ ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ല സെൽഫിന് ഇനി വർക്ക് ചെയ്യിക്കാൻ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഇതിന്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ് വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4713 രൂപയാണ് ഇതിന്റെ കറക്റ്റ് വില. അപ്പൊ ഈ സാധനമാണ് നമ്മൾ മാറ്റേണ്ടത്. ഇപ്പം ഈ സാധനം ഷോറൂമിലും അതുപോലെ പുറത്ത് സ്പെയർ പാർട്സ് കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ കംപ്ലൈന്റ് വരാറുള്ളതാണ് റോയൽ എൻഫീൽഡിന്. അപ്പം ഇതാണ് നമ്മുടെ, കണ്ടോ ഫ്രണ്ട്സ്, ഇത് തിരിച്ച് റിട്ടേൺ പോകത്തില്ല. ഇത് വൺ വേ ആയിട്ട് തന്നെ നിൽക്കണം. കണ്ടോ, പുതിയതാണ്. അപ്പൊ ഇതാണ് ഫ്രണ്ട്സ്, ഇതുപോലെയാണ് നമ്മുടെ ഒരു ബെയറിംഗ് കിടക്കുന്നത്. കണ്ടോ ഫ്രണ്ട്സ്, അപ്പൊ ഇത് അങ്ങനെ തിരിച്ച് റിട്ടേൺ പോകത്തില്ല. അപ്പൊ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ്, ചുമ്മാ ഈ സാധനം അങ്ങോട്ട് കയറ്റി വെച്ച് തിരിച്ച് പിടിപ്പിച്ചാൽ മതി. വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിന്റെ ക്ലച്ചൊക്കെ തിരിച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഇച്ചിരി പാടുള്ള ഒരു പരിപാടിയാണ്. ക്ലച്ച് സ്പ്രിംഗ് ലോഡ് ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു ചെറിയ പാടുള്ള പരിപാടിയാണ് റോയൽ എൻഫീൽഡിന്റെ. അപ്പം അത് നിങ്ങൾക്ക് ചെയ്താൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലച്ച് ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇച്ചിരി പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. നല്ല ടെക്നീഷ്യന്മാരുടെ അടുത്ത് തന്നെ കൊടുത്ത് ഇത് മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ ഫ്രണ്ട്സ്, ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തിരിച്ചതിനെ എങ്ങനെയാണ് മുറുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ സ്പെഷ്യൽ ടൂൾസും വേണം, എങ്കിലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ വീട്ടിൽ. അപ്പൊ സ്പെഷ്യൽ ടൂൾസ് ഒക്കെ ഇല്ലാതെ നമ്മൾ ചെയ്താൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡാമേജുകൾ കിട്ടും. അപ്പൊ കൂടുതൽ സാധനങ്ങളൊക്കെ ചിലപ്പോൾ മാറേണ്ട വരും. അപ്പൊ നമ്മൾ ഒരിക്കലും സ്പെഷ്യൽ ടൂൾസ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. അത് നിന്നാൽ നിങ്ങൾക്ക് ഇരട്ടി പൈസ ചെലവാകത്തേ ഉള്ളൂ. ചെറിയ ലാഭം നോക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മെക്കാനിസത്തിനോട് താല്പര്യമുള്ളവരായിരിക്കും. എങ്കിൽ നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ക്ലച്ച് ഹോൾഡറും ഇതുപോലത്തെ ഡിവൈസും വാങ്ങിച്ചു വെക്കുക. അപ്പം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ക്ലച്ച് ഹോൾഡറിന് വെച്ച് നമ്മളതിനെ മുറുക്കി കൊടുക്കുക, ക്ലച്ചിനെയും കൂടി മുറുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സംഭവം വർക്കിംഗ് ആയോ ഇല്ലയോ എന്നൊക്കെ. കണ്ടോ, നമ്മുടെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണത്. അപ്പോൾ ചെയിൻ്റെ ടെൻഷനോട് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. സംഭവം പക്കയാണ്, വർക്കിംഗ് ആണ്, സംഭവം ഓക്കെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലച്ച് സ്പ്രിംഗും കാണുമ്പോൾ ലോഡ് ചെയ്യും.
വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ക്ലച്ചും കൂടെ കറങ്ങുന്നുണ്ട് ഇപ്പം സെൽഫ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു വർക്കിംഗ്, ഒരു കറക്റ്റ് വർക്കിംഗ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പാക്കിംഗ് ആണ് ഇടുന്നത്. നമ്മുടെ ആ ഒരു ക്ലച്ച് കേസിങ്ങിൻ്റെ ഒരു പാക്കിങ്ങോടെ ഓയിലൊക്കെ ലീക്ക് ആയിരിക്കാൻ വേണ്ടിയുള്ള ഒരു പാക്കിംഗ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ പാക്കിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കവറ് നമ്മൾ പഴയ പോലെ തന്നെ തിരിച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു കവറും റീപ്ലേസ് ചെയ്ത് ആ ഒരു എട്ടിൻ്റെ വരുന്ന എല്ലാ നട്ടുകളും നല്ലപോലെ തന്നെ ടൈറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടോർക്കി ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പിരി വെട്ടിപ്പോവും. പിന്നെ നമ്മൾ ലേറ്റി കൊടുത്താലേ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടോർക്കിൽ അതിനെ ടൈറ്റ് ചെയ്യുക. ബാക്കി നമ്മുടെ ക്ലച്ചിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം അതേപോലെ തിരിച്ചു പിടിപ്പിക്കുക. നമ്മുടെ ഗിയർ ഷാഫ്റ്റും തിരിച്ചു പിടിപ്പിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു വർക്ക്. നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇതുപോലെ വളരെ സിമ്പിളാണ് ഈ സംഭവം ചെയ്യാൻ. പക്ഷേ ഇച്ചിരി റിസ്ക് ഉണ്ട്. ചെയ്യുന്നവരത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ സംഭവങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മെക്കാനിസം ഫുള്ളായിട്ട് മാറുക. അതായത് ക്ലച്ചിൻ്റെ ആ ഒരു വൺ വേ ക്ലച്ചിൻ്റെ മെക്കാനിസം ഫുള്ളായിട്ട് മാറിക്കൊടുക്കുക. അല്ലാതെ ബെയറിംഗ് മാത്രം മാറ്റാൻ നിൽക്കരുത്. അത് നമുക്ക് ഇരട്ടി പണി കിട്ടും. ചിലപ്പോൾ വീണ്ടും അതായിട്ട് റെസെറ്റ് ചെയ്യാൻ വരും. അപ്പോൾ അത് ഫുള്ളായിട്ട് മാറിക്കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ആരും മറക്കരുത്.